നൂറുകണക്കിന് ഭാഷകളിലായി കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് എന്ന് ഒന്നുകൂടെ നമുക്ക് ആവർത്തിക്കാം. അവയിലൊക്കെ ലൗകികമായ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത സാഹിത്യ വിഭാഗങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും സത്യവും അസത്യവും ഏതെന്ന്, ധർമാധർമ്മങ്ങൾ ഏതെന്ന്, ന്യായാന്യായം ഏതെന്ന്, നന്മയും തിന്മയും ഏതെന്ന്, സമാധാനത്തിന്റെ വഴികൾ ഏതെന്ന് വേർതിരിച്ച് കാണിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നതാണ് വിഷയം. മാനവർക്കാകെ മാർഗദർശനമാണിതെന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു പുസ്തകത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥകാരനും പ്രഖ്യാപിച്ചതായി കാണാൻ സാധ്യമല്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്ന കലാം അവതരിപ്പിച്ച ഉടമയായ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്, പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്താണെന്നല്ലേ പ്രഖ്യാപനം? 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിലെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു പ്രഖ്യാപിക്കുന്നത് ഈ ഒരു വിഷയമാണ്. അലിഫ് ലാം റാ. ഇത് വല്ലാത്ത ഒരു വെല്ലുവിളിയാണ്. ഒരായത്തുകൊണ്ടെങ്കിലും നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിനെ പരാജയപ്പെടുത്താൻ, അതുപോലുള്ളത് അവതരിപ്പിക്കാൻ സാധ്യമാകുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ച വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമാണ് അലിഫ് ലാം റാ. ശേഷം അല്ലാഹു പ്രഖ്യാപിക്കുന്നത് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ ബിഇذن റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. അലിഫ് ലാം റാ. വല്ലാഹു അഅലം മഅനാ. കിതാബുൻ അൻസൽനാഹു ഇലൈക്. പ്രവാചകരെ, താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്ന ഈ വേദഗ്രന്ഥം എന്തിനെന്നല്ലേ പ്രഖ്യാപനം? ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. മുഴുവൻ മനുഷ്യരെയും അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്, പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ളുലുമാത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യ സമൂഹം, അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ ഖുർആൻ ബിഇذن റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ് എന്ന് വിശദീകരിക്കുന്നു. സഹോദരങ്ങളെ, ഖുർആൻ മഹത്വവും മാധുര്യവും എന്ന വിഷയം സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറെ പ്രസക്തമായ ഒരു ഭാഗം, വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത ഒരേ ഒരു ഗ്രന്ഥമാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായി അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ അതിലുള്ള നിയമനിർദ്ദേശങ്ങളോ വിധി വിലക്കുകളോ മുസ്ലിംകളോട് മാത്രമുള്ളതല്ല. അതിലുള്ള വിധികൾ, വിലക്കുകൾ മുസ്ലിംകളോട് മാത്രമുള്ളതല്ല. അതിന്റെ ക്ഷണം മുസ്ലിംകളോട് മാത്രമുള്ളതല്ല. ലോകത്ത് മുഴുവൻ മനുഷ്യരോടുമുള്ള ക്ഷണമാണ്, നിർദ്ദേശങ്ങളാണ്, നിയമങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് കാണാം. അതിന്റെ സകല അധ്യാപനങ്ങളും മനുഷ്യ ജീവിതത്തെയും മനുഷ്യ മനോഭാവത്തെയും മനുഷ്യ ചിന്തകളെയും സ്വാധീനിക്കുന്നതാണ് എന്ന് ചുരുക്കി പറയാം. വിശുദ്ധ ഖുർആനിൽ 20 സ്ഥലങ്ങളിൽ കാണാവുന്ന ഒരു പ്രയോഗമുണ്ട്, ശ്രദ്ധേയം. യാ അയ്യുഹൻ നാസ്. മനുഷ്യരെ എന്നാണ് വിളി. 20 സ്ഥലങ്ങളിൽ, അതും മൗലികമായ വിഷയം സംസാരിക്കുന്നിടത്തൊക്കെയും പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിന്റെ മഹത്വം കാണിക്കാൻ അഭിസംബോധന ചെയ്തിട്ടുള്ളത് മനുഷ്യരെ എന്നാണ്. വിശ്വാസികളെ എന്ന് മറ്റു ചില സന്ദർഭങ്ങളിൽ അവരെ മാത്രം വിളിക്കേണ്ട സന്ദർഭങ്ങളിൽ വിളിച്ചു. പക്ഷേ മൗലികമായ അടിസ്ഥാനപരമായ വിഷയങ്ങൾ പറയേണ്ടിടത്തൊക്കെ വിശുദ്ധ ഖുർആൻ ക്ഷണിച്ചത്, അഭിസംബോധന ചെയ്തത് അയ്യുഹന്നാസ്, മനുഷ്യരെ എന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഭാഗം വിശദീകരിക്കാം.
2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 185-ാം സൂക്തത്തിൽ അല്ലാഹു ആ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിനെ കുറിച്ച് പരിശുദ്ധ റമദാനിൽ അവതീർണമായ ഖുർആൻ എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു പറഞ്ഞത് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് ഹുദൽ ലിന്നാസ്. മുഴുവൻ മനുഷ്യർക്കും സന്മാർഗം നൽകേണ്ട ഗ്രന്ഥമാണ്, നൽകാൻ കെൽപ്പുള്ള പാകതയുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരു വിഭാഗത്തിന് മാത്രം ഇല്ല അവകാശപ്പെടാൻ കഴിയാത്ത ഗ്രന്ഥം.